നമസ്കാരം, ഇൻട്രാബിളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഫയേഴ്സ് എന്ന് പറഞ്ഞ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫയേഴ്സിൽ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യമേ തന്നെ ഇവരുടെ ബ്രോക്കറേജ് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇൻട്രാഡേ, അതായത് ഡെയിലി ട്രേഡ് ചെയ്യുന്നവർ, ഡെയിലി ഷെയർ മേടിച്ച് വിൽക്കുന്നവർ, അന്ന് തന്നെ മേടിച്ച് അന്ന് തന്നെ വിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ഓപ്ഷൻസിലൊക്കെ ട്രേഡ്, ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് 20 രൂപ വെച്ച് ഒരു ട്രേഡിൽ അവർ ചാർജ് ചെയ്യും. അല്ലാതെ ലോങ് ടൈമിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷെയർ മേടിച്ച് 1 വർഷം 2 വർഷം കഴിഞ്ഞൊക്കെ വിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ബ്രോക്കറേജ് ചാർജസ് ഒന്നും വരുന്നില്ല, 0 ആണ്. പിന്നെ ഇപ്പം നിലവിലെ ഫയാസിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ അവർ ഇട്ടിട്ടുണ്ട്. അതായത് ലൈഫ് ലോങ് അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഓക്കെ, അതിപ്പം ബാക്കി ബ്രോക്കേഴ്സൊക്കെ മന്ത്ലി അവർ അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫയേഴ്സിൽ ഇപ്പം നിലവിലെ ഒരു ഓഫറാണ്, ലിമിറ്റഡ് പീരീഡ് ഓഫർ ഇപ്പോൾ കിടക്കുന്നതാണ്. ലൈഫ് ലോങ് അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഇപ്പം ഫയേഴ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഫ്രീ ആണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ചെക്ക് ബൗൺസ് ചാർജ്, പ്ലെഡ് ചാർജസ്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ചാർജസ്, ഇതെല്ലാം ഇങ്ങനെ കുറേ ചാർജസുകളെല്ലാം ഫ്രീ ആണ് ഫയേഴ്സിൽ. ഓക്കെ, മറ്റ് ബ്രോക്കറിലൊക്കെ ഈ ചാർജസുകളെല്ലാം അവർ ചാർജ് ചെയ്യുന്നതായിരിക്കും, ഇതിൽ ഫയേഴ്സിൽ ഫ്രീ ആണ്. ഓക്കെ, പിന്നെ ഫയേഴ്സിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ട് തന്നെയാണ് ഫയേഴ്സിൻ്റെ ആപ്ലിക്കേഷനിൽ കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ബ്രോക്കേഴ്സിനെ വെച്ച് നോക്കാൻ നേരം നമുക്ക് 1 2 അല്ലെങ്കിൽ 4 ചാർട്ടൊക്കെ നമുക്ക് ഒന്നിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫയേഴ്സിൽ നമുക്ക് ഒരു 8 ചാർട്ട് 10 ചാർട്ടൊക്കെ നമുക്ക് ഒന്നിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നല്ലൊരു പ്ലസ് ആണ്. അതുപോലെ തന്നെ ഫയേഴ്സിൽ നോക്കുവാണെങ്കിൽ ഞാൻ അപ്പ് സ്റ്റോക്സ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, അപ്പോൾ അപ്പ് സ്റ്റോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പ് സ്റ്റോക്സ് ഞാൻ ഒഴിവാക്കി. എന്നിട്ട് ഫയേഴ്സിലോട്ട് വന്ന് എനിക്ക് ഫയേഴ്സിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇതുവരെ നിലവിലുണ്ടാകിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ആപ്ലിക്കേഷൻസ് ആണ് ഫയേഴ്സ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫയേഴ്സിൽ പൊതുവെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. ഞാൻ കണ്ടത് പ്ലസ് ആയിട്ട് ഞാൻ കണ്ട ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഫയേഴ്സിന് ഈ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ റെഫറൽ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. അതിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി, നമ്മുടെ തന്നെ മൊബൈൽ നമ്പറും കൊടുത്തിട്ട് അവരൊരു OTP അയച്ചു തരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കുക, എന്നിട്ട് OTP നമുക്ക് സെൻഡ് ചെയ്ത് തരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക, ടിക്കറ്റ് ഇട്ട് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഇതും വെരിഫൈ ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കേണ്ട ഇതാണ്, നമ്മുടെ വെരിഫിക്കേഷൻ നടന്നു, ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് വേണ്ട KYC ചെയ്യണം. നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമായിട്ട് വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പാൻ കാർഡിൻ്റെ ഇമേജ് വേണം. ഓക്കെ, അതുപോലെ ആധാർ കാർഡ് വേണം, ക്യാൻസൽഡ് ചെക്കോ അല്ലെ പാസ്ബുക്ക് കോപ്പിയോ വിത്ത് ബാങ്ക് ഡീറ്റെയിൽസ്. അത് നമുക്ക് ഒരു 6 മാസത്തെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ എടുത്താൽ മതി. നമ്മുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റും, നമ്മൾ മെയിലായിട്ട് അവർ അയച്ചു തരും, അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 6 മന്ത്സ് നമുക്ക് നമ്മുടെ ബാങ്കിൽ ഡീറ്റെയിൽസ് വേണം, 6 മാസത്തെ, അത് മാത്രം എടുക്കുക. പിന്നെ പെർമനന്റ് അഡ്രസ്, നമ്മുടെ ആധാറുണ്ട്. ഓക്കെ, കണ്ടോ 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അത് മാത്രം നമ്മൾ എടുത്താൽ മതി. പിന്നെ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ വേണം. പിന്നെ നമ്മളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് അതും ഫോട്ടോ ആയിട്ട് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ പ്രൊസീഡ് നൗ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നുണ്ട് ടാപ്പ് ടു അപ്ലോഡ് ഫോട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോ ആയിട്ട് എടുത്തിട്ടില്ല, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ ഡിജി ലോക്കർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പൊതുവെ. ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ലൈസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് സേഫായിട്ട് ഡിജിറ്റലായിട്ട് സേവ് ചെയ്തിട്ടേക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഡിജിറ്റൽ സൈൻ ചെയ്ത് അതിൻ്റെ അകത്ത് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ. ഇത് കണ്ടോ 0% കംപ്ലീറ്റ് എന്നല്ല ഇതിൽ കാണിക്കുന്നത്. ഇനി ഞാൻ ഡിജി ലോക്കർ യൂസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകും അക്കൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടാപ്പ് ടു അപ്ലോഡ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് ഓരോ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് ഡിജി ലോക്കർ യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാനത് യെസ് കൊടുത്തു, എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇമെയിൽ ഐ ഡിയിൽ ഒരു ഇത് വരും, OTP വരും, അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു, സബ്മിറ്റ് കൊടുത്തേക്കുക. ക്ലിക്ക് ചെയ്ത് ഒത്തൻറ്റിക്കേറ്റ് ആധാറും കൊടുത്തു. ആധാർ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു OTP വരും ഫോൺ നമ്പറിൽ, അതിവിടെ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതെല്ലാം അലോ ചെയ്ത് കൊടുത്തേക്കുക.
നമ്മുടെ ഡിജി ലോക്കറുള്ള ഫയലെല്ലാം അവർ ഇതിലോട്ട് അപ്ലോഡ് ചെയ്തോളൂ. ഇതെല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫയലുകൾ, പാൻ കാർഡ്, ആധാർ എല്ലാം ഇതിലോട്ട് അപ്ലോഡ് ആയി. ഇതുണ്ടോ 85% കംപ്ലീറ്റ് ആയി നമ്മുടെ പ്രോസസ്സ്. ഡിജി ലോക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ വെബ്സൈറ്റിലൊക്കെ ആണെങ്കിലും പാൻ ഇതൊക്കെ ഡിജിറ്റൽ സൈനൊക്കെ ചെയ്യണമെങ്കിൽ ഡിജി ലോക്കർ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നിട്ട് നമ്മൾ അതിൽ വരാത്ത കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണും. അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് വന്നേക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. പിന്നെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അതും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഡിജി ലോക്കർ വെച്ച് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലായിട്ട് വന്നോളും. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IFSC കോഡ്, ഏത് ബാങ്കാണ്, ബ്രാഞ്ച് ഏതാണ്, അക്കൗണ്ട് ടൈപ്പ് ഏതാണ്, സേവിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇവിടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്തു. ടിക്ക് ചെയ്തിട്ട് താഴോട്ട് പോവുക. അപ്പോൾ ഇതെല്ലാം ടിക്കായിരിക്കണം. കമ്മോഡിറ്റി, ഡെറിവേറ്റീവ്സ്, ഇക്വിറ്റി ഇതെല്ലാം ടിക്ക്ഡ് ആയിരിക്കണം. ഫൈനാൻഷ്യൽ പ്രൂഫാണ് ചോദിക്കുന്നത്. 6 months നമ്മുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. PDF ഇമേജോ JPG ആയിട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒക്കുപേഷൻ ഏതാണ്, പ്രൈവറ്റ് സെക്ടറോ അങ്ങനെ ഏതെങ്കിലും കൊടുക്കുക. എന്നിട്ട് 5 lakhന്റെ താഴോട്ടുള്ള വരുമാനം കാണിച്ചു കൊടുക്കുക. അത് അൺടിക്ഡ് ആയിരിക്കണം. അതൊന്നും ടിക്ക് ചെയ്യാൻ പാടില്ല. പൊളിറ്റിക്കലി ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് ഡിജിറ്റൽ ആയിരിക്കണം. ടിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാം റീഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഇതാണ്. ഇതിപ്പോൾ നോമിനി ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നോമിനി നിങ്ങൾ ആരെങ്കിലും നോമിനി ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് അവരുടെ പാൻ കാർഡോ ആധാർ കാർഡോ ഏതാണെന്ന് വെച്ചാൽ ലാസ്റ്റ് അതിൻ്റെ താഴെ കാണും. ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. നോമിനി ഇത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ നിങ്ങൾ നോമിനി ചെയ്ത് കൊടുത്താൽ പിന്നെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി, നമ്മുടെ വെരിഫിക്കേഷന്. അപ്പോൾ അവരൊരു OTP അതിൽ തന്നിട്ടുണ്ട്. ആ OTP നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മളൊരു സെൽഫി എടുത്ത് ഇതുപോലെ കൊടുക്കണം. അലോ കൊടുക്കുക, ക്യാമറ അലോ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഇതുപോലെ സെൽഫി എടുത്ത് കൊടുക്കുക. എന്നിട്ട് താഴെ വരാൻ നേരം യുവർ ലേറ്റസ്റ്റ് ഫോട്ടോ, നമ്മുടെ ഇതില്ലേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ലേ, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ തൊട്ടിപ്പുറത്ത് സിഗ്നേച്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം റിവ്യൂ ചെയ്യണം, നല്ല രീതിയിൽ റിവ്യൂ ചെയ്തിട്ട് ഓക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ടു സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് ഡിജിറ്റലി നമ്മൾ സിഗ്നേച്ചർ ചെയ്യാനാണ് പോകുന്നത്. അത് നമ്മുടെ ആധാർ യൂസ് ചെയ്താണ് സിഗ്നേച്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇതിലോട്ട് വരും. അതിൽ പ്രൊസീഡ് ടു സൈൻ കൊടുക്കുക, സൈൻ നൗ കൊടുക്കുക, മേളത്തെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ആധാർ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക, സെൻഡ് OTP കൊടുക്കുക. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡിജിറ്റൽ സൈനിൽ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഫയൽസ് കാര്യങ്ങളൊക്കെ Fyers നോക്കും. വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. 1-2 ദിവസത്തിനുള്ളിലൊക്കെയാണ് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ചോ, കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ റെഫറൽ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. അത് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സിമ്പിളായിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.